ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ നാലാമത്തെ സാധനയായിട്ടുള്ള മൗനം എന്ന സാധനയെ, പതഞ്ജലി മഹർഷി പറയുന്ന ആ യോഗ സാധനയിലുള്ള മൗനം എങ്ങനെയാണ്, നിധിധ്യാസകൻ എങ്ങനെയാണ് മൗനം ആചരിക്കേണ്ടത് എന്നത് ആചാര്യസ്വാമി നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്ത സാധന, അഞ്ചാമത്തെ സാധന, ദേശം. ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ ഏത് ദേശം, എങ്ങനെയുള്ള സ്ഥലം വേണം എന്നൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഇനിത്തെ ആചാര്യസ്വാമിയുടെ ശ്ലോകം. ഏതാണെന്ന് നോക്കാം. 110-ാമത്തെ ശ്ലോകം. ആദാവന്തേ ച മധ്യേ ച ജനോ യസ്മിന്ന വിദ്യതേ യേനേദം സകലം വ്യാപ്തം സദേശോ വിജനസ്മൃതഃ. ആദാവന്തേ ച മധ്യേ ച ജനോ യസ്മിന്ന വിദ്യതേ യേനേദം സകലം വ്യാപ്തം സദേശോ വിജനസ്മൃതഃ. എന്താ ഇവിടെ പറയുന്നത്? ദേശഃ, അഞ്ചാമത്തെ സാധന, അതായത് സ്ഥലം, പ്ലേസ്. യോഗശാസ്ത്രത്തില് എങ്ങനെയുള്ള സ്ഥലമാണ് സാധനയ്ക്ക് ഒരു സാധകൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഗീതയിലും പറയുന്നുണ്ട്. ശുചൗദേശേ എന്ന് പറയുന്നുണ്ട്. ശുദ്ധമായ സ്ഥലം. എന്തൊക്കെയാണ്? സമമായ സ്ഥലം, ശുദ്ധമായ സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പറയുന്നത്. ശുദ്ധമായ സ്ഥലം, സമമായ സ്ഥലം, പിന്നെ വിജനമായ സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഒരു സാധന ചെയ്യുന്ന ഒരാൾക്ക് ധ്യാനിക്കാനൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആദ്യത്തെ സ്റ്റേജിൽ ധ്യാനം ശീലിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പാലിച്ചുകൊണ്ട് വേണം സ്ഥലം തിരഞ്ഞെടുക്കാൻ. പിന്നെയോ അതിനുശേഷം അപ്പോ എന്താണ് സ്ഥലത്തുള്ള പ്രത്യേകതകൾ? എന്താണ്? ആളുകളുള്ള സ്ഥലത്തിരുന്നാൽ ആൾക്കാർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെപ്പോഴും നോക്കും. ആളുകളുള്ള സ്ഥലത്തിരുന്നാൽ എന്തുണ്ടാവും? ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു തോന്നല് അകത്ത് വരും. പിന്നെയോ നിധിധ്യാസകന് എങ്ങനെയുള്ള സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇത് നേരെ വ്യത്യാസമാണ്. നിധിധ്യാസകൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠൻ ആകാനുള്ള ശ്രമത്തിൽ ജ്ഞാനി എത്തിയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോ ആ ആള് ഇതാണോ നോക്കണ്ടേ എന്നുള്ളൊരു സംശയം. ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്ന സ്ഥലത്തിന് വേറെ സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ ഏറ്റവും തീർത്തും ഒച്ചയൊന്നും ഇല്ലാത്ത വളരെ വിജനമായ, വളരെ ശാന്തമായ, നല്ല നിരപ്പായ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണോ എന്നാണ് ഇവിടുത്തെ ഒരു ചിന്തനം. അപ്പൊ ആളില്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമാണോ? വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യര് ധാരാളം ഉണ്ടാകണം. എല്ലാവരുമായിട്ട് സഹകരിച്ചാണ് ഒരു ജീവിതം. സമൂഹത്തെ മാറ്റി നിർത്തിയിട്ടൊരു ജീവിതം ശരിയാവില്ല. അത് ശരിയുമല്ല. എല്ലാവരുമായിട്ടും സഹകരിച്ച് നല്ല രീതിയിൽ ആണ് ജീവിതം വേണ്ടത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് എന്താ അങ്ങനെ ധ്യാനമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മൾ ഹയർ സ്റ്റേജിലാണെന്ന് ഓർക്കണേ. അപ്പോ ആചാര്യസ്വാമി പറയുന്നു, ദേശം, ദേശഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ എന്നെടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ദേശഹ എന്ന് പറയുമ്പോ ഇവിടെ ബ്രഹ്മം എന്നെടുക്കണം. ബ്രഹ്മത്തില് ലയനമാണ്. മുഴുവനായി ഒരു തനിമ എപ്പോഴാണ് ഉണ്ടാവുക? ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ. സർവം ബ്രഹ്മം എന്ന് പറയുമ്പോ പിന്നെ അവിടെ ദ്വൈതമില്ല. അപ്പോ ഒരു നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം ദേശം എന്ന് പറയുമ്പോൾ സർവവും ബ്രഹ്മമായിട്ട് കാണുന്നൊരവസ്ഥയില് പ്രത്യേക ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്.
ഇല്ല എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ബ്രഹ്മത്തിൽ ലയനമാണ് തനിമയായി ഒറ്റക്കിരിക്കൽ, അല്ലെ? അതിനാണല്ലോ സ്ഥലം നോക്കുന്നത്. വിജനമായ സ്ഥലം, ആരും ഇല്ലാത്ത സ്ഥലം, ബഹളമില്ലാത്ത സ്ഥലം ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാ? തനിമയായി ഒറ്റയ്ക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ. അപ്പോ ബ്രഹ്മത്തിൽ ലയനമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ വേറെ ഒന്നുമില്ല, ബ്രഹ്മം മാത്രം, സർവവും ബ്രഹ്മം. അപ്പോ എല്ലാവർക്കും നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശരിയല്ല എന്നൊരു തോന്നലുണ്ടാവും. പൊതുവേ ഉള്ളൊരു കാര്യമാണ്. ഓ, ഈ സ്ഥലത്ത് ശരിയല്ല, നമുക്ക് ഇവിടെ ഒന്നും പറ്റില്ല. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആ സാധന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലമൊന്നും പറ്റില്ല, വേറെ ഈ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ സാറേ ഈ സ്ഥലത്തൊന്നും ഇരുന്നുകൊണ്ട് ഒരു ധ്യാനവും ചെയ്യാൻ പറ്റില്ല, അതിനൊക്കെ വേറെ വിജനമായിട്ടുള്ള സ്ഥലത്ത് പോകണം, അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ എല്ലാവരും പറയും. എല്ലാവർക്കും അവനവൻ ഇരിക്കുന്ന സ്ഥലം ഇംപെർഫെക്റ്റാ, അത് പോരാ, അത് ശരിയല്ല, ഇവിടെ ഇരുന്നൊന്നും നടക്കത്തില്ല എന്നൊരു തോന്നല് ബേസിക്കലി ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഇംപെർഫെക്ഷൻ ചിന്ത അതെങ്ങനെയാ? ആ ഇംപെർഫെക്ഷൻ ചിന്ത എല്ലാത്തിലും ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യം ശരിയല്ല, ഇപ്പോൾ ഉള്ള ആരോഗ്യം ശരിയല്ല, ഇപ്പോൾ ഉള്ള ഭക്ഷണം ശരിയല്ല, ഇപ്പോ ഉള്ള കൂട്ടുകെട്ടുകൾ ശരിയല്ല, ഇപ്പോ ഉള്ള നമ്മൾ താമസിക്കുന്ന പ്രദേശം ശരിയല്ല, വീട് ശരിയല്ല, ഇവിടുത്തെ കാറ്റ് ശരിയല്ല, ഒന്നും ശരിയല്ല. എല്ലാവർക്കും ഇംപെർഫെക്ഷൻ ആണ് ആദ്യം വരിക. ഇപ്പൊ ഉള്ളതിൽ ഇംപെർഫെക്ഷൻ കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. എല്ലാത്തിലും ഇംപെർഫെക്ഷൻ ആണ് കാണുക. അതുപോലെ ഇപ്പോ ഇരിക്കുന്ന സ്ഥലത്തെ മാറ്റണം എന്നൊരു ചിന്തയും ഉണ്ടാവും. സാധാരണ കാലഘട്ടത്തിൽ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം പോരാ, അവിടുന്ന് മാറണം എന്നൊരു തോന്നലും ഉണ്ടാകും. പക്ഷെ സ്വയം മാറണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അതില്ല. അവിടെയാണ് പ്രശ്നം. സ്വാമി എപ്പോഴും പറയുന്നത്, സ്വാമി ഈ അവതാരം എടുത്തത് ആരെയും നിഗ്രഹിക്കാനും അങ്ങനെ ധർമ്മം സ്ഥാപിക്കാനും ഒന്നുമല്ല. സ്വാമി അവതാരം എടുത്തത് ആൾക്കാരില് പരിവർത്തനം ഉണ്ടാക്കാനാണ്. പരിവർത്തനം കൊണ്ട് മാത്രമേ ശാശ്വതമായ ഒരു സമാധാനം ലോകത്തിൽ ഉണ്ടാവുള്ളൂ. ആരുടെ പരിവർത്തനം? പ്രകൃതിയുടെ പരിവർത്തനമല്ല, പിന്നെയോ മനുഷ്യന്റെ പരിവർത്തനം, മനുഷ്യ മനസ്സുകളുടെ പരിവർത്തനം. ഇപ്പൊ അതുകൊണ്ടാണല്ലേ കുഴപ്പം വരുന്നത്. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നാണ്. മനുഷ്യരിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതെവിടെയാണ്? മനുഷ്യ മനസ്സിലെ ചിന്തകളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഈ മനുഷ്യ മനസ്സിന്റെ ചിന്തകൾ തന്നെ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ പ്രകൃതിയെയും അത് ബാധിക്കും എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോ മനുഷ്യ മനസ്സിൽ പരിവർത്തനം ഉണ്ടാകണം. പരിവർത്തനം എന്നുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നന്മയിലേക്ക് എന്ന്, അത് അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശത്തിലേക്കല്ല, നല്ലതിലേക്ക് ഉള്ള മാറ്റം ഉണ്ടാകണം മനസ്സിൽ. അപ്പോ സ്ഥലം മാറുകയല്ല വേണ്ടേ, നമ്മളിൽ പരിവർത്തനം ഉണ്ടാവുകയാണ് വേണ്ടത്. സ്ഥലം മാറലല്ല ഇവിടെ വിഷയം. ഇവിടെ അവനവനിൽ പരിവർത്തനം ഉണ്ടാകണം. ആ സ്വയം പരിവർത്തനം ഉണ്ടായി ഒരു മാറ്റം, അല്ലാതെ സ്ഥലം മാറ്റമല്ല, ദേശമാറ്റമല്ല ഇവിടെ വേണ്ടത്. കാരണം ഒരു സ്ഥലവും 100% പെർഫെക്റ്റ് ആവില്ല. ഏത് സ്ഥലം തിരഞ്ഞെടുത്താലും അത് 100% ക്ലിയർ ആണ്, ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സാധിക്കില്ല. അതിനാൽ എന്തു ചെയ്യണം? ബ്രഹ്മവിചാരത്തിൽ തന്നെ ഇരിക്കണം. കാരണം നമ്മൾ ആ സ്റ്റേജിലാണ്. നിധിധ്യാസകനാണ്, ജ്ഞാനിയാണ്, ജ്ഞാനനിഷ്ഠയ്ക്കാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പോ ബ്രഹ്മവിചാരത്തിൽ ഇരിക്കണം. അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനത്തിൽ തന്നെ ഇരിക്കണം. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള, ആത്മാവാണ് എന്നുള്ള ചിന്തയിൽ തന്നെ ഇരിക്കണം. അപ്പൊ സ്വയം ആത്മാ എന്നുള്ള ചിന്തയിലേക്ക് ഉയർന്ന് ആ തലത്തിൽ ഇരിക്കുമ്പോ ഏത് സ്ഥലമായ എന്താ? എല്ലാം നമ്മുടെ സ്ഥലം തന്നെ, എല്ലാം അവനവന്റെ സ്ഥലം തന്നെ, ഒന്നും വേറെയില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ വേറെ ആരും ഇല്ല. കാരണം ദ്വൈതമില്ലല്ലോ അവിടെ. അപ്പോ നിധിധ്യാസകൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ദേശം, ഇന്ന സ്ഥലം, അവിടെ പോണം, ഇവിടെ പോണം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഇത് ഫൈനൽ സ്റ്റേജിലെ കാര്യങ്ങളാണ് പറയുന്നത്, ഓർക്കണം. നിധിധ്യാസകൻ എപ്പോഴും എല്ലാ സ്ഥലവും ഒരുപോലെ, അയാൾക്ക് ഒന്നും വ്യത്യാസമില്ല. ദേശത്തിൽ യാതൊരു മാറ്റവും ഇല്ല. എല്ലാം ഭഗവാന്റെ സ്ഥലം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. ബ്രഹ്മത്തിൽ നിന്നുണ്ടായതല്ലാതെ ഇവിടെ യാതൊന്നുമില്ല, എല്ലാം ബ്രഹ്മം തന്നെ, ഒരു മാറ്റവും
അയാൾക്ക് ഇല്ല, ബ്രഹ്മവിചാരത്തിലാണ്. അപ്പോ ആരംഭ സാധകൻ പക്ഷേ വിജനസ്ഥലമൊക്കെ തിരഞ്ഞെടുത്ത് പതുക്കെ സാധനയൊക്കെ ശരിയാക്കി കൊണ്ടുവരേണ്ടതാണ്. ചില ജ്ഞാനികള് ശ്മശാനത്തിലിരിക്കും. ശരിക്കും അത് ശുദ്ധമായ സ്ഥലമാണോ ശ്മശാനം? നമ്മുടെ ശുദ്ധാശുദ്ധങ്ങൾ പറയുമ്പോൾ അല്ല. പക്ഷെ ജ്ഞാനിക്ക് അങ്ങനെയൊന്നുമില്ല. ജ്ഞാനിക്ക് എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. പിന്നെ അവരുടെ വസ്ത്രധാരണമോ, അവർ ചിലപ്പോ കഴുകിയിട്ടുണ്ടാവും, ചിലപ്പോൾ കഴുകിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല രീതിയിൽ കാണാം. ചിലപ്പോൾ അല്പ വസ്ത്രമായിരിക്കും, ചിലപ്പോൾ ധാരാളം വസ്ത്രം കാണും, ഒത്തിരി നാളായി നനച്ചതായിരിക്കും, ചിലപ്പോൾ നനയ്ക്കാത്തതായിരിക്കും, അങ്ങനെയൊക്കെ കാണും. അപ്പോ അത് ഇന്ന രീതിയിൽ വേണമെന്നൊന്നും അവർക്കില്ല. അവർ സദാ ആ ബ്രഹ്മചിന്തയിലാണ്, ആത്മചിന്തയിലാണ്. അതിൽ മാത്രമാണ് അവര് എപ്പോഴും, അവര് അതിൽ മാത്രമാണ്. അവർക്ക് വേറൊരു ചിന്തയില്ല. അവര് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. അപ്പോ ബ്രഹ്മം തന്നെ ദേശം. നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം ദേശം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ചിന്തയാണ്. എപ്പെട്ട ഇരുന്നാലും ആ സ്ഥലം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അത് ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തില് 3 കാലത്തിലും മനുഷ്യർക്ക് ദ്വൈതം ഇല്ല എന്നൊരു ലക്ഷണം ആചാര്യസ്വാമിയുടെ പറയാണ്. ആ ബ്രഹ്മത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് 3 കാലത്തിലും ആ മനുഷ്യർക്ക് ദ്വൈതം ഇല്ല. അതൊരു ലക്ഷണമായിട്ട് ഇവിടെ പറയാണ് ആചാര്യസ്വാമി. ആദൗ അന്തേ ച മധ്യേ ച. ആദൗ അന്തേ ച മധ്യേ ച. ആദൗ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ, മധ്യേ നടുവിൽ, അന്തേ അവസാനത്തിൽ. 3 കാലത്തിൽ, ആരംഭത്തിലും നടുവിലും അവസാനത്തിലും 3 കാലത്തിലും ജനഹ യസ്മിൻ ന വിദ്യതേ. ജനഹ യസ്മിൻ ന വിദ്യതേ. എവിടെയാണോ ജനങ്ങൾ ഇല്ലാത്തത്, ദ്വൈതം ഇല്ലയോ, ഏതു കാലത്തും മനുഷ്യർ ഇല്ലയോ, അത് ബ്രഹ്മം. എവിടെയാണോ ജനങ്ങൾ ഇല്ലാത്തത്, എവിടെയാണോ ദ്വൈതമില്ലാത്തത്, ഏത് കാലത്തും മനുഷ്യരില്ലയോ, അത് ബ്രഹ്മം. അല്ലേ? ആ പ്രപഞ്ചം എന്നുള്ളത് അങ്ങ് പോകും, മിഥ്യയായില്ലേ. പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രഹ്മം മാത്രമായിട്ടിരിക്കുമ്പോൾ അവിടെ വേറൊന്നുമില്ല, ബ്രഹ്മം മാത്രം. ജനഹ യസ്മിന്ന വിദ്യതേ ആദൗ അന്തേജ മധ്യേജ യേന ഇദം സകലം വ്യാപ്തം. യേന ഇദം സകലം വ്യാപ്തം. ജനങ്ങളില്ലാത്ത സ്ഥലം കുറവാണ്, ഉള്ളതാണ് കൂടുതൽ. നമുക്കറിയാം അല്ലേ? ഉള്ള സ്ഥലമാണ് കൂടുതൽ. ഇവിടെ പറയുന്നു ഏന, അതായത് ഈ ബ്രഹ്മത്താൽ സകലം ഇതം വ്യാപ്തം. എല്ലാ കാലത്തിലും ഇതിനാൽ, ഈ ബ്രഹ്മത്തിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ. ബ്രഹ്മമില്ലാത്ത സ്ഥലമില്ല. ഏന വ്യാപ്തം. എല്ലാ സ്ഥലത്തും ബ്രഹ്മമാണ് വ്യാപിച്ചിരിക്കുന്നത്. ബ്രഹ്മമല്ലാതെ യാതൊന്നുമില്ല. ഏന സകലം വ്യാപ്തം. ചിലര് സതതം വ്യാപ്തം എന്നും പറയുന്നുണ്ട്. സതതം, സകലം എന്നുള്ളതിന് സതതം എന്നും പറയുന്നു. രണ്ടും മീനിങ് ഒക്കെ ഒന്ന് തന്നെ. സദേശ വിജന സ്മൃത. സദേശ വിജന സ്മൃത. അപ്പോ ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്ന ആ നമ്മൾ ബ്രഹ്മവിചാരത്തിലിരിക്കുമ്പോൾ, സർവസ്ഥലത്തും ബ്രഹ്മമയമായിരിക്കുമ്പോൾ ആ ദേശം വിജനഃ സ്മൃതഃ. ആ ദേശം, ആ ബ്രഹ്മം വിജനമാണ് എന്ന് പറയപ്പെടുന്നു. ആ ദേശത്തെ വിജനം എന്ന് പറയാം. കാരണം അത് ബ്രഹ്മമാണ്. അപ്പൊ ദേശം എന്താണ് ഇവിടെ? നിധിധ്യാസകന് ദേശം ബ്രഹ്മം തന്നെ. നിധിധ്യാസകന് ദേശം ബ്രഹ്മമാണ്. ഞാൻ ബ്രഹ്മം എന്നറിഞ്ഞാലേ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതേതാ സ്ഥലം? ഏത് സ്ഥലത്തിരുന്നാലും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അത് ആരുമില്ലാത്ത സ്ഥലമാണ്, ദ്വൈതമില്ലാത്ത സ്ഥലമാണ്, അദ്വൈതിയായി ഇരിക്കുന്ന അവസ്ഥയാണ്. ദ്വൈതം ഉണ്ടാകരുത്. ദ്വൈതം ഒരിക്കലും അവിടെ ഉണ്ടാകരുത്. പ്രപഞ്ചത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിലിരിക്കണം. അതാണ്, പ്രപഞ്ചത്തിൽ നിന്ന് മാറണം. മറ്റേതെന്താണ്? മറ്റേത് പ്രപഞ്ചത്തിലായിരിക്കുന്നത് ഇല്ലേ? നല്ല സ്ഥലം തിരഞ്ഞെടുക്കണു, സമമായ സ്ഥലം തിരഞ്ഞെടുക്കണു, ഒച്ചയില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുന്നു, മറ്റു മൃഗങ്ങളൊന്നും വന്ന് നമ്മൾ ഉപദ്രവിക്കാതിരിക്കാത്ത സ്ഥലം നോക്കുന്നു, ആരും വന്ന് ശല്യം ചെയ്യാത്ത സ്ഥലം നോക്കുന്നു, പിന്നെ മഴ കൊള്ളാത്ത, വെയിൽ കൊള്ളാത്ത, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് തപ്പിയെടുക്കുന്നത്. ഏത്? ധ്യാനത്തിന് പറ്റിയ സ്ഥലം. അത് പ്രപഞ്ചത്തിലല്ലേ ഈ തപ്പുന്നത് മുഴുവൻ ലോകത്തിലും പ്രപഞ്ചത്തിലുമാണ്. ഇവിടെയോ
ഇവിടെ ഒന്നും പ്രശ്നമല്ല. കാരണം പ്രപഞ്ചത്തെ ആദ്യമേ അങ്ങ് വിട്ടു. ബ്രഹ്മത്തിലാണ് ജഗത് മിഥ്യ എന്ന് ഉറപ്പിച്ച് ബ്രഹ്മസത്യം അതിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഏത് ദേശം? ബ്രഹ്മം ദേശം. ഓ, നിധിധ്യാസകന് ദേശവിശേഷം ഇല്ല എന്നർത്ഥം. ഇവിടെ മനസ്സിലാക്കേണ്ടത് 110 ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത് നിധിധ്യാസകന് ദേശവിശേഷം ഇല്ല. സർവവും അവനവന് പറ്റിയ സ്ഥലം തന്നെ. എല്ലാ ദേശവും ഒന്ന് തന്നെ. ദേശം ഈസ് ഈക്വൽ ടു ബ്രഹ്മം. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 111 ശ്ലോകം. കലനാത് സർവഭൂതാനാം ബ്രഹ്മാദീനാം നിമേഷതഃ കാലശബ്ദേന നിർദിഷ്ടോ യഖണ്ഡാനന്ദഗോദ്വയഃ. കലനാത് സർവഭൂതാനാം ബ്രഹ്മാദീനാം നിമേഷതഃ കാലശബ്ദേന നിർദിഷ്ടോ യഖണ്ഡാനന്ദഗോദ്വയഃ. അപ്പൊ 6ാമത്തെ സാധന. 5 സാധന കഴിഞ്ഞു. 6ാമത്തെ സാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് 6ാമത്തെ സാധന? കാലം. ഇപ്പൊ ദേശം കഴിഞ്ഞു, അടുത്തത് കാലം. ഇത് യോഗശാസ്ത്രത്തിൽ എന്താണ് കാലത്തെ പറയുന്നത്? ഇല്ലേ? ഏത് നേരത്താണ് സാധന ചെയ്യണ്ടേ? യോഗശാസ്ത്ര പ്രകാരം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം. വെളുപ്പിനെ 3 മണി മുതൽ 5 മണി വരെയാണ് ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയം. ആ സമയത്ത് എണീക്കണം. ആ സമയത്ത് വേണം ധ്യാനം ചെയ്യാൻ, സാധനകൾ ചെയ്യാൻ ആ സമയത്ത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ആരംഭ സാധകൻ അത് നിർബന്ധമാണ്. അങ്ങനെ വേണം തുടങ്ങി അതിലേക്ക് നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്റ്റേജിലേക്ക് വരാനായിട്ട് അങ്ങനെ വേണം. അപ്പോ കാലത്തിന് നിയമമുണ്ട് അവിടെ. ഏത് കാലം, എത്ര സമയം എന്നൊക്കെ നിയമമുണ്ട്. കാലത്തിനെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ നോക്കുന്നത്. പിന്നെ ഡ്യൂറേഷൻ, അവിടെ ടൈമിന്റെ ഡ്യൂറേഷനും കൂടെ വെക്കും. കാലത്തിന്റെ ഡ്യൂറേഷൻ ഏത് കാലത്തിൽ വേണം എന്ന് പറഞ്ഞു. എത്ര സമയം വേണം ധ്യാനം, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ഏത് കാലത്തിൽ, എപ്പോൾ എണീക്കണം, എപ്പോൾ ധ്യാനം ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എപ്പോൾ ജപിക്കണം, എപ്പോൾ പൂജ ചെയ്യണം, അതിനൊക്കെ കാലം. പിന്നെയോ അടുത്തത് എത്ര സമയം വേണം, എത്ര സമയം വേണം, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. പിന്നെയോ അപ്പോ ഏത് സമയത്ത് ധ്യാനിക്കണം, എത്ര സമയം ധ്യാനിക്കണം, ഇങ്ങനെയൊക്കെ യോഗശാസ്ത്രത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് കാലം എന്ന് പറഞ്ഞ ഒരു സയൻസാണ് നമുക്ക്, അല്ലെ? കാലം ഒരു സയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാലഗണന ഒരു സയൻസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാലഗണന, ഇല്ലേ? ഒരു ഫ്രാക്ഷൻ, പിന്നെ മിനിറ്റ്, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. ഡേ. അതേമാതിരി ഒരുപാട് മലയാളത്തിലുണ്ടല്ലോ, സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ. ഒരു ദിവസം, 15 ദിവസം, ശുക്ലപക്ഷം, കറുത്തപക്ഷം, വെളുത്തപക്ഷം, അങ്ങനെ ഒരുപാട് കാലഗണന ഒരുപാടുണ്ട്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും സമയത്തിലുണ്ട്. നമുക്ക് ഒത്തിരി നമുക്ക് മാറ്റമുണ്ട് കാലഗണനയില്. അപ്പോ കർമ്മകാണ്ഡത്തില് ഇതെല്ലാം പറയുന്നുണ്ട്. ഈ കാലത്തിന്റെ ഗണനയെല്ലാം കർമ്മകാണ്ഡത്തില് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് കാറ്റിന്റെ ദിശ നമുക്ക് ഗുണവും ദോഷവും ചെയ്യും, ഇല്ലേ? കാറ്റിന്റെ ദിശ, കാറ്റ് ഏതിലേ വരുന്നു, ഏതിലേ പോകുന്നു എന്നുള്ളത് ഗുണവും ദോഷവും ചെയ്യും. അതുപോലെ കാലവും ഗുണവും ദോഷവും ചെയ്യും എന്ന് കർമ്മകാണ്ഡത്തിൽ പറയുന്നുണ്ട്. നല്ല കാലം, ചീത്തക്കാലം, ഗ്രഹങ്ങൾ അങ്ങോട്ട് പോകുന്ന കാലം, ഇങ്ങോട്ട് വരുന്ന കാലം എന്നൊക്കെ പറയുന്നുണ്ട്. പലതും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് സാധാരണ ജീവിതത്തില് എപ്പോഴും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാം നോക്കി കംപ്ലീറ്റ് കാലം നോക്കിയിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പോ അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ആദ്യത്തെ സ്റ്റേജില്, ഒരു സാധകൻ വളർന്നു വരുന്ന സ്റ്റേജില് ആ കാലമൊക്കെ നോക്കിയിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാൻ. അപ്പോഴേ അയാൾക്കൊരു എന്താ പറയാ, ഒരു മനസ്സിനൊരു ഏകാഗ്രതയൊക്കെ കിട്ടുള്ളൂ. അത് കാര്യം എൻ്റെ ആ സമയം പ്രപഞ്ചവുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ലോകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും വിടുതലയായിട്ടില്ല. ആ സമയമെല്ലാം അയാള് പ്രപഞ്ചവുമായിട്ട് മിക്സഡ് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ്, മിക്സഡ് ആയിട്ടിരിക്കുന്നു. ആ സമയത്ത് മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ അവിടെ പറയുന്ന നിയമങ്ങളൊക്കെ പാലിച്ച് പതുക്കെ പതുക്കെ പ്രപഞ്ചത്തിന്റെ പിടിയിൽ നിന്ന് മുക്തനാകണം ധ്യാന സമയത്ത്. അപ്പൊ അതിനതൊക്കെ ആവശ്യമാണ്.
ഇവിടെയോ, ഇവിടെ നിധിധ്യാസകന്റെ കാര്യം നോക്കണം. ആദ്യത്തെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എവിടെയാണ്? ജ്ഞാനിയായിരിക്കുകയാണ്, ബ്രഹ്മത്തിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മത്തിലിരിക്കുന്ന ഒരാളുടെ കാര്യം എങ്ങനെയാണ്? നിധിധ്യാസനം എപ്പ ചെയ്യാം, എപ്പ ചെയ്യാൻ പാടില്ല? നിധിധ്യാസനം എപ്പ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ വിഷയം. അപ്പോ ഞാൻ മുക്തൻ എന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ് അദ്ദേഹം. നിധിധ്യാസകൻ ഏതിൽ സ്റ്റേജിലായിരിക്കുന്നത്? ഞാൻ മുക്തൻ. അപ്പോ സ്വയം ചിന്തിക്കുകയാണ്, ഏത് സമയത്ത് നിധിധ്യാസനം ചെയ്യാം, ഏത് സമയത്ത് ചെയ്യാൻ പാടില്ല, അങ്ങനൊരു സംഭവമേ അവിടെ വരുന്നില്ല. കാരണം നിധിധ്യാസകൻ മുക്തനാണ്. രാഹുവും കേതുവും ഗുളികനും ഒന്നുമില്ല അവിടെ. അവിടെ മുക്തനെ ഇത് വല്ലതും ബാധിക്കുമോ? മുക്തനെ ഈ കാലഗണന ഒന്നും ബാധിക്കില്ല. അമൃതസ്വരൂപമായിട്ടിരിക്കുകയാണ്. അമൃതസ്വരൂപം. ആദിയുമില്ല, അന്തവുമില്ല, എന്ന് ജനിച്ചു എന്നറിയില്ല, എന്ന് മരിക്കുന്നറിയില്ല, ഒന്നുമില്ല. കാരണം അഹം ബ്രഹ്മാസ്മി. ആത്മാവിന് മരണമില്ല, ജനനമില്ല. ശരീരത്തിനാണ് ജനനവും മരണവും. അപ്പൊ കാലം നോക്കിയാൽ ആരിലാവും? ശരീരത്തിൽ പെടും. ശരീരത്തിൽ ഇരിക്കുന്ന സമയത്താണ്, ശരീരവുമായിട്ട് ബന്ധം വെച്ചുകൊണ്ടാണ് കാലഗണന വരുന്നത്. ആത്മാക്ക് എന്ത് കാലഗണന? ആത്മാ എന്നുമുള്ളത്, എപ്പോഴുമുള്ളത്, അദ്വയൻ ഇല്ലേ? ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. ശങ്കരാചാര്യസ്വാമികള് ആത്മാവിന് ഒരുപാട് വിശേഷണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നിരാകാരൻ, എന്തെല്ലാം, നിഷ്കളോ, നിരഞ്ജനോ, നിർവികാര, അല്ലേ? നിറയെ പഠിച്ചു. അങ്ങനെ ഒരുപാട്. അതാണ് നമ്മള്. അപ്പൊ പിന്നെ അവിടെ കാലമില്ല. നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം കാലം എന്നൊരു വിഷയമില്ല. മുക്തനായിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ പറയുന്നു, നിധിധ്യാസകന് കാല നിയമം ബാധകമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നിധിധ്യാസകന് കാല നിയമം ബാധകമല്ല. എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ നിധിധ്യാസനം ചെയ്യാം. കാരണം എപ്പോഴും ബ്രഹ്മത്തിലാണ്. അപ്പോ ഇപ്പൊ ഒന്ന് ധ്യാനിക്കണം എന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടി പ്രത്യേകിച്ച് കാലം നോക്കണ്ട. നിധിധ്യാസകന് എപ്പോഴും ബ്രഹ്മ എന്നുള്ള അവസ്ഥയാണ്. മാനസികമായിട്ട് ഉള്ളിന്റെ ഉള്ളില് സർവം ബ്രഹ്മം അല്ലെങ്കിൽ അഹം ബ്രഹ്മം എന്നും കൂടെ ജീവബ്രഹ്മ ഐക്യത്തിലിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ നിധിധ്യാസനത്തിന്റെ കാര്യത്തില് എപ്പ ചെയ്യണം, ഏത് കാലത്ത് ചെയ്യണം എന്നൊന്നും അദ്ദേഹം ആലോചിക്കേണ്ട കാര്യമില്ല. ആലോചനയെ വരില്ല. കാരണം മുക്ത പുരുഷനായതുകൊണ്ട്. ജീവൻ മുക്തിക്ക് കാലനിശ്ചയമൊന്നുമില്ല. ഇന്ന സമയത്താണ് ജീവൻ മുക്തൻ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എപ്പ വേണമെങ്കിൽ ആ ജ്ഞാനം ഉദിക്കാം. ആ ജ്ഞാനത്തിൽ നിഷ്ഠനാകാൻ, ഇപ്പൊ ജ്ഞാനമുണ്ട് കുറേശ്ശൊക്കെ, ഇപ്പൊ ജ്ഞാനനിഷ്ഠനാകാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഏത് സമയത്തും മുക്തനായിട്ടിരിക്കാം. ആ മുക്തനാകുന്നതിനൊരു കാലനിയമമൊന്നുമില്ല. രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഞാൻ മുക്തനാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, പറയാൻ പറ്റില്ല. വൺസ് മുക്തനായ പിന്നെ മുക്തനാണ്. പിന്നെ ആ ശരീരം വീണു പോകുന്നവരെ മുക്തനാണ്. വീണാലും മുക്തനാണ്, വീണില്ലെങ്കിലും മുക്തനാണ്. ഇനിയൊരു ജന്മവും ഇല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആത്മാവായിട്ടിരിക്കുകയാണ്. ജനന മരണമില്ലാത്ത അമൃതത്വത്തെ പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ഞാൻ മുക്തനാണ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. മുക്തനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയം എന്നൊരു സംഭവമൊന്നുമില്ല. ജീവൻ മുക്തിക്ക് സമയം ഇല്ല. ഇവിടെ കാലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കലാണ് ഇവിടത്തെ കാലം. ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കുക. കാലഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം. ബ്രഹ്മമായിരുന്നാൽ പിന്നെ അവിടെ കാലം നോക്കണ്ട. ബ്രഹ്മം തന്നെ കാലം. ഇനി എന്താ ഇവിടെ പറയുന്നത്? കാലത്തിന് 2 ലക്ഷണം ഇവിടെ പറയുകയാണ് ആചാര്യസ്വാമികൾ. ഇവിടെ 2 ലക്ഷണം പറയുന്നു. കലനാത് സർവഭൂതാനാം ബ്രഹ്മാദീനാം നിമേഷതഃ എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്താണ് നോക്കാം. കലനാത് സർവഭൂതാനാം ബ്രഹ്മാദീനാം. കലനം എന്നാൽ പുറത്തു കൊണ്ടുവരുന്നതിനാണ് കലനം എന്ന് പറയാം. പുറത്തു കൊണ്ടുവരുന്നതിന് കലനം എന്ന് പറയും. കലനാട്, when it brings out, എപ്പോഴാണ് അത് പുറത്തു കൊണ്ടുവരുന്നേ? ബ്രഹ്മദേവൻ മുതൽ എല്ലാ ജീവജാലങ്ങളെയും വെളിപ്പെടുത്തിയതിനാൽ, ബ്രഹ്മദേവൻ മുതൽ സകല ജീവജാലങ്ങളെയും വെളിപ്പെടുത്തിയതിനാൽ നമ്മൾ സാധാരണ ജീവിതത്തിലും കാലം കൊണ്ടുവരും ഇല്ലേ? എന്താ നമ്മൾ പറയാ? കാലം തെളിയിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെയൊക്കെ പോട്ടെ, കാലം തെളിയിക്കും, നമുക്കിരുന്ന് കാത്തിരുന്ന് കാണാം. കാലം വെറുതെ വിടില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് നമ്മളെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്.
അപ്പൊ എങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളെയും വെളിപ്പെടുത്തിയതിനാൽ എങ്ങനെ നിർനിമേഷതഃ നിർമേഷതഃ അല്ലെ? എങ്ങനെയാ അത് വന്നത്? ഉടൻ അപ്പൊ തന്നെയാണ് ഉണ്ടായത്. നിർമേഷതഃ ഉടനാണ് ഉണ്ടായത്. നിമേഷതഃ നിർമേല നിമേഷതഃ നിമേഷതഃ. അപ്പോ ഉടനെ തന്നെയാണ് ഉണ്ടായത്. എന്ത്? ജസ്റ്റ് സെക്കൻഡിൽ ഒന്നിനെയും ആശ്രയിക്കാതെ പെട്ടെന്ന് ഒരു കാലത്തിനെ ആശ്രയിച്ചിട്ടല്ല ഈശ്വര സൃഷ്ടി ഉണ്ടായി. ഈശ്വരൻ നനച്ചു അപ്പൊ തന്നെ സൃഷ്ടി ഉണ്ടായി. ഭഗവാൻ ഉള്ളില് ഐക്ഷത അങ്ങനെ വിചാരിച്ചു അപ്പൊ തന്നെ സൃഷ്ടി ഉണ്ടായി. രണ്ടാമതായിട്ട് എന്താ പറയണേ ലക്ഷണം? കലനം എന്നാൽ എല്ലാത്തിനും ആധാരം എന്ന രീതി പറയുന്നുണ്ട്. കലനം എന്ന് പറയാൻ എല്ലാത്തിനും ആധാരം. ഇത് ആചാര്യസ്വാമി പറഞ്ഞാല് വേറൊരു വെർഷനിൽ വന്നതാണ്. എല്ലാത്തിനും ആധാരം എന്നും കലനം എന്നുള്ളതിന് അർത്ഥമുണ്ട് എന്നൊരു ആചാര്യം വേറെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം കാലമാണല്ലേ, എല്ലാം കാലമാണല്ലേ നമുക്ക് ആധാരം അല്ലെ? എല്ലാത്തിനും കാലമല്ലേ നമുക്ക് വയസ്സ് അല്ലേ? 1-ാം വയസ്സില് 2-ാം വയസ്സില് അല്ലെങ്കിൽ 30-ാം വയസ്സില് 40-ാം വയസ്സിൽ എല്ലാത്തിനും കാലത്തെ ആധാരമാക്കി നമ്മൾ പറയും. ഇത്രാം വയസ്സിൽ ഇന്ന കാര്യം ഉണ്ടായി, ഇത്രാം വയസ്സിൽ ഇന്ന സംഗതി ഉണ്ടായി, ഇത്രാം വയസ്സിൽ മരിച്ചു. ഇങ്ങനെ കാലത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ മനുഷ്യൻ കാലത്തിലാണ് അയാൾ നിൽക്കുന്നത്. മനുഷ്യൻ നിൽക്കുന്ന കാലത്തിലാണ്. എത്ര വയസ്സ് എല്ലാം കാലത്തിലാണ് അല്ലെ? എത്ര കാലം ജീവിച്ചു, ഇനി എത്ര കാലം ജീവിക്കുവോ, എല്ലാം കാലത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് മനുഷ്യന്റെ ആ ജീവിതം നിൽക്കുന്നത്. ജീവിതകാലം എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലെ? ജീവിതകാലം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജീവിതകാലം. നമ്മുടെ കാലം തീരുമ്പോൾ മരിക്കും എന്ന് പറയും അല്ലെ? കാലം തീരുമ്പോ മരിക്കുന്നേ. എല്ലാത്തിനും നമ്മൾ കാലത്തെ കൂട്ടുപിടി. അതിന്റെ കാലം തീരുമ്പോൾ മരിക്കും, അതിന്റെ കാലം തീരുമ്പോൾ അത് നശിക്കും. എല്ലാത്തിനും നമ്മൾ കാലത്തെ അതിനകത്ത് ബന്ധിപ്പിക്കും. എല്ലാത്തിനും ശരിക്കും കാരണം ആരാണ്? എല്ലാത്തിനും ബ്രഹ്മമാണ് കാരണം. എല്ലാത്തിനും കാരണം കാലമല്ല, എല്ലാത്തിനും കാരണം ബ്രഹ്മമാണ്. എല്ലാം അതത് രീതിയിൽ തുടരും. കാരണം ആരാണ്? ബ്രഹ്മമാണ്. ബ്രഹ്മം എല്ലാം അതേ രീതിയിൽ തുടരാനുള്ള കാരണമാണ് ബ്രഹ്മം. അതുകൊണ്ട് കാലശബ്ദേന നിർദ്ദിഷ്ട. എന്താണ് കാലശബ്ദേന നിർദ്ദിഷ്ട? യഖണ്ഡാനന്ദവോദ്വയ. എന്താണ് കാലശബ്ദേന നിർദ്ദിഷ്ട? നിർദ്ദിഷ്ട എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു. കാലം എന്ന ശബ്ദം കൊണ്ട് ബ്രഹ്മം പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞത്. കാലം എന്ന ശബ്ദം എല്ലാത്തിനും ആധാരം കാലമാണ്. നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ജനറൽ ആയിട്ട് നമ്മൾ പൊതുവെ പറയുന്നതെല്ലാം എല്ലാത്തിനും ആധാരം കാലമെന്ന്. പക്ഷെ എല്ലാത്തിനും കാരണം ആരാണ്? ബ്രഹ്മമാണ് എല്ലാത്തിനും കാരണം. ബ്രഹ്മമില്ലാതെ വേണ്ട കാലമുണ്ടോ? ഇല്ല. അപ്പോ ബ്രഹ്മമാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. കാലത്തിനും കാരണം ബ്രഹ്മം തന്നെ. അപ്പൊ കാലം എന്ന ശബ്ദം കൊണ്ട് ബ്രഹ്മം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആചാര്യസ്വാമി പറയുന്നു കാലം എന്നാൽ ബ്രഹ്മം. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ? ദേശം എന്നാൽ ബ്രഹ്മം. അതേപോലെ ഇവിടെ കാലം എന്നാൽ ബ്രഹ്മം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഖണ്ഡ ആനന്ദ കഹ അദ്വയ. അദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ പൂർണ്ണം. ആനന്ദ സ്വരൂപം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള ബ്രഹ്മം കാലശബ്ദം കൊണ്ട് അറിയപ്പെടുന്നു. കാലശബ്ദം കൊണ്ട് എന്താണ് അറിയപ്പെടുന്നത്? അഖണ്ഡ ആനന്ദ അദ്വയമായിട്ടുള്ള ബ്രഹ്മം കൊണ്ട് കാലം അറിയപ്പെടുന്നു. അപ്പൊ കാലശബ്ദത്തെ ഇവിടെ കാലം എന്നുള്ളത് ബ്രഹ്മം തന്നെയാണ്. ഇന്ന കാലം ഇന്ന സമയത്ത് പോയി ധ്യാനിക്കണം, ഇന്ന സമയത്ത് നിധിധ്യാസനം ചെയ്യണം, അങ്ങനെ യാതൊന്നുമില്ല. ഇത്ര സമയം ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. കാലം ഇവിടെ ബ്രഹ്മം തന്നെയാണ്. ദേശവും കാലവും ഇപ്പൊ 2 ശ്ലോകങ്ങളിൽ കൂടെ ദേശം ബ്രഹ്മം, കാലം ബ്രഹ്മം. അതായത് ഒരു നിയമങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല. ഒരു തരം നിയമങ്ങളും നമ്മളെ ബാധിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് സകലമായ നിയമങ്ങളും വരുന്നത്. പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ നിയമങ്ങളും. നമ്മൾ അതിൽ നിന്ന് മുക്തരായിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് മുക്തി, ആ മുക്ത പുരുഷൻ നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നതുകൊണ്ടാണ് ആ പദം ഉപയോഗിക്കുന്നത്. നമ്മൾ മുക്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മളിപ്പോ പഠിച്ച് വന്നത് ഇപ്പോ ആ ആചാര്യസ്വാമി തന്നെ നമ്മളെ ആ ഒരു സ്റ്റേജിൽ സംബോധന ചെയ്യുകയുണ്ടായി. മഹാൻ എന്ന് നമ്മളെ സംബോധന ചെയ്യുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട്
ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശം ബ്രഹ്മമാണ്, കാലം ബ്രഹ്മമാണ്. എല്ലാ സമയത്തും ഞാൻ ആത്മാ ആത്മാ ആത്മാ, സർവവും ആത്മാ, കാണുന്നതെല്ലാം ആത്മാ, എല്ലാം ആ ബ്രഹ്മം തന്നെ, സർവവും സർവവും എന്ന് ഉള്ള ചിന്തയിൽ ഇരുന്നു കൊണ്ട് എപ്പോ വേണമെങ്കിൽ ധ്യാനിക്കാം, എപ്പോൾ വേണമെങ്കിൽ ഈശ്വര വിചാരം ചെയ്യാം, എപ്പോ വേണമെങ്കിൽ പൂജ ചെയ്യാം, നടക്കാം, ഇരിക്കാം, കുളിക്കാം, എല്ലാം എല്ലാ കാര്യത്തിനും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇന്ന സ്ഥലം എന്നില്ല, ഇന്ന സമയം എന്നില്ല. ഏത് സമയവും ബ്രഹ്മത്തിലിരിക്കുന്നു, ഈശ്വരനിൽ ഇരിക്കുന്നു, സദാ ഈശ്വരനിൽ, വേറൊരു ചിന്തയില്ല. എല്ലാ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെ, ഞാനും ഭഗവാൻ തന്നെ, എന്നിലും ഭഗവാൻ തന്നെ. എന്നിലും എന്നുള്ള കാര്യമേ വരണ്ട, ഞാൻ ആ അവസ്ഥയിൽ തന്നെയാണ്. സർവം ബ്രഹ്മം എന്നുള്ള ചിന്തയെ ഉള്ളിൽ ഉറപ്പിക്കുവാനായിട്ടാണ് ആചാര്യസ്വാമി ഈ രണ്ട് സാധനങ്ങളെ എടുത്ത് പ്രത്യേകം പറയുന്നു. നിങ്ങൾ ദേശത്തിന് അടിമപ്പെട്ട് അങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾ കാലത്തിന് ഇന്ന മുഹൂർത്തം, ആ മുഹൂർത്തം, ഈ മുഹൂർത്തം എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എപ്പോഴും സദാ ബ്രഹ്മസ്വരൂപിയായിരിക്കണം എന്നുള്ള വലിയൊരു ഉപദേശം തന്നിരിക്കുന്നു. ഈ ഉപദേശവും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മൗനം എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഈ ഒരു സ്റ്റേജില്, അതുപോലെ ഈ ഒരു സ്റ്റേജില് ദേശം നമ്മൾ എങ്ങനെ ദേശത്തെ കാണണം. ഒരു സ്ഥലത്തെയും നിഷേധിക്കരുത്, ഒരു സ്ഥലവും കൊള്ളില്ലെന്ന് പറയരുത്. ഏറ്റവും പ്രധാനം ഇതിനകത്ത് അതാണ്. ഇത് പൊട്ട, ഇത് മോശം, ഇത് കൊള്ളില്ലാത്തത്, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടെ മോശം എന്നൊരു കാര്യമേ ഇല്ല. ഏതവസ്ഥയില് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥയില് സർവവും ബ്രഹ്മമാണെങ്കിൽ അവിടെ നല്ലതും ചീത്തയും ഉണ്ടോ? ഇല്ലല്ലോ. നല്ലതും ചീത്തയൊക്കെ ആദ്യത്തെ സ്റ്റേജിലാണ്, അത് വളർന്നു വരുന്ന സ്റ്റേജിലാണ്, സാധകന്റെ ആദ്യത്തെ പടിയിലാണ് അതൊക്കെ. ഈ ഒരു അവസ്ഥയില് അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഈശ്വരൻ, സർവവും ഈശ്വരൻ. അവിടെ പിന്നെ ചീത്തയ്ക്ക് അവിടെ സ്ഥാനം ഒന്നുമില്ല, എല്ലാം ഭഗവാൻ തന്നെ. അതേപോലെ കാലം, ഇന്ന സമയം എന്നൊന്നില്ല, എല്ലാ സമയവും ബ്രഹ്മം തന്നെ. ഇത്രയാണെന്ന് നമുക്ക് രണ്ട് ശ്ലോകങ്ങളിൽ കൂടി കിട്ടിയത്. അടുത്ത ദിവസം നമുക്ക് അടുത്ത സാധനയായ ആസനം എന്നുള്ള അടുത്ത സാധനയെ ആചാര്യസ്വാമി ഏത് രീതിയിലാണ് നിധിധ്യാസകന് വേണ്ടി പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ആചാര്യസ്വാമി അനുഗ്രഹിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിരാം സർ. സായിരാം സർ. സായിരാം സർ. സായിറാം സാർ. സായിറാം സാർ. സായിരാം 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 സാർ. സായിരാം. എന്നാണ്ട് വിശേഷം? അങ്ങോട്ട് വിളിക്കാം, ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം. ഓ ശരി. ഓക്കെ. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സായിരാം. സാറേ അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവില്ല കേട്ടോ ഞാൻ. പറഞ്ഞോളൂ. അടുത്ത ആഴ്ച പോവാണ്. അടുത്ത ആഴ്ച പോവാ അല്ലേ? ശരി ശരി. പിന്നെ ഇനി ഒരു മാസം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ലെന്നേ. മൺഡേ ആണ് ഫ്ലൈറ്റ്. എന്തായാലും പോയിട്ട് വരൂ, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ.